എപ്പിസോഡ് 21 എല്ലാവർക്കും സ്വാഗതം. കഥ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ശേഷം പാറുവിനെ കാണുന്ന മുത്തശ്ശി പാറുവിനോട് ഒരു ഗണപതി പൂജ നടത്തണം, അതിനുവേണ്ടി ഗണപതിയുടെ വിഗ്രഹം വാങ്ങണം. പാറുവിനോട് ഗണപതിയുടെ വിഗ്രഹം വാങ്ങിക്കൊണ്ട് വരാൻ മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന പാറു സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് പാറു ഒരു ഷോപ്പിൽ പോവുകയാണ്. ആ സമയം ഒരു ആവശ്യവുമായി മാർക്കറ്റ് വഴി പോകുന്ന ശങ്കറിന്റെ മുമ്പിൽ ഒരു കുട്ടി വരുന്നു. ആ കുട്ടി ശങ്കറിനോട് രാവിലെ മുതൽ ഒരു കണ്ണാടി പോലും വിറ്റിട്ടില്ല എന്നും അതുകൊണ്ട് ഇതുവരെയും ആഹാരമൊന്നും കഴിച്ചില്ല എന്നും പറയുന്നത് കേൾക്കുന്ന ശങ്കർ ആ കുട്ടിയോട് നിനക്ക് ഇഷ്ടമുള്ള ഒരു കണ്ണാടി എടുത്ത് തരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ആ കുട്ടി ഒരു റെഡ് കണ്ണാടി എടുത്തിട്ട് ശങ്കറിന്റെ മുഖത്തിന് അത് ചേരുമെന്നും പറഞ്ഞ് ആ കണ്ണാടി ശങ്കറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ആ കണ്ണാടി കയ്യിൽ വാങ്ങുന്ന ശങ്കർ ക്യാഷ് കൊടുക്കുമ്പോൾ ആ കുട്ടി ശങ്കറിനെ തിരിഞ്ഞു നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഈ ശങ്കറിനെ അവിടെ കാണുന്ന പാറു ശങ്കറിനോട് ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ശങ്കർ ഒരു ജോലി ആവശ്യമായി ഇതുവഴി പോയപ്പോൾ ശങ്കർ വരുന്ന വഴി പൂജാരിയെ കണ്ടു എന്നും പൂജാരി പാറുവിന്റെ കയ്യിൽ തരാൻ വേണ്ടി ഒരു റെഡ് കണ്ണാടി തന്നു എന്നും ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ രക്ഷസിനെ കാണാമെന്നും പൂജാരി പറഞ്ഞു എന്ന് പറയുകയാണ് ശങ്കർ. അത് കേൾക്കുന്ന പാറു ആ കണ്ണാടിയിൽ തന്നെ ആലോചിച്ച് നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന ശങ്കർ പാറുവിനോട് രക്ഷസിനെ പാറുവിനെ ഇല്ലാതാക്കണ്ടേ എന്ന് പറയുന്നത് കേൾക്കുന്ന പാറു ശങ്കറിനോട് താങ്കു ശങ്കർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം അവിടെ കുറെ എലികൾ വരുന്നു. അതിലൊരു എലി ശങ്കർ കളഞ്ഞിട്ട് പോയ റെഡ് കണ്ണാടി കടിച്ചെടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. എലികൾ കൂട്ടത്തോടെ വരുന്നത് കാണുന്ന എല്ലാവരും പേടിച്ച് അലറി വിളിക്കുകയാണ്. അത് കാണുന്ന മൻമോഹനും രംഭയും എലികളെ കണ്ടപ്പോൾ തിന്നാൻ തോന്നുന്നു എന്ന് പറയുന്നത് കേൾക്കുന്ന മോഹിനി അവരോട് പേടിക്കുന്നത് പോലെ അഭിനയിച്ച് അവരുടെ അടുത്ത് പോയി എല്ലാ എലികളെയും കൊല്ലാം, അതിനുശേഷം നിങ്ങൾക്ക് അതിനെയെല്ലാം തിന്നാമെന്നും ആർക്കും ഡൗട്ട് തോന്നില്ല എന്ന് പറഞ്ഞ് മോഹിനി ഒരു കമ്പ് എടുത്ത് എലികളെ അടിക്കാൻ പോകുന്നത് കാണുന്ന പാറു കമ്പിൽ പിടിച്ച് മോഹിനിയെ തടയുകയാണ്. അത് കാണുന്ന എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് പാറു മോഹിനിയോട് എലികൾ ഗണപതിയുടെ വാഹനമാണ്, ഇന്നത്തെ ദിവസം എലികൾ ഇവിടെ വന്നതിൽ നമ്മൾ എല്ലാവരും സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ എലികൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞ് പാറു ശംഖ് എടുത്ത് ഊതുകയാണ്. പാറു ശംഖ് ഊതി കിച്ചണിലേക്ക് പോകുമ്പോൾ എലികളും പാറുവിന്റെ കൂടെ പോവുകയാണ്. അതെല്ലാം കാണുന്ന മറ്റുള്ളവർ അത്ഭുതത്തോടെ പാറു പോകുന്നതും പുറകെ എലികൾ പോകുന്നതും നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ചെറുപുഞ്ചിരിയോടെ നിൽക്കുകയാണ് ശങ്കർ. മറുവശത്ത് പപ്പിയും പപ്പിയുടെ അമ്മയും പാലസിൽ നിന്നും ക്യാഷ് ഒന്നും കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. പപ്പിയുടെ അമ്മയോട് സ്നേഹത്തോടെ നിന്നിട്ട് ഇവിടെ നിന്നും ക്യാഷ് ഒന്നും കിട്ടില്ല, ഇവിടെയുള്ളവർക്ക് രക്ഷസിനെ മാത്രമാണ് പേടി, നമുക്ക് രക്ഷസെ അഭിനയിച്ച് എല്ലാവരെയും പേടിപ്പിച്ച് ക്യാഷ് കിട്ടുമോ എന്ന് നോക്കാമെന്ന് പറയുന്ന പപ്പിയുടെ ആ ഐഡിയ പപ്പിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയാണ്. മോഹിനി തന്റെ ശക്തി പ്രയോഗിച്ച് സൗദാമിനിയെ തള്ളിയിടുകയാണ്. സൗദാമിനി വീഴുമ്പോൾ കയ്യിലിരിക്കുന്ന മോദകം തെറിച്ചു പോവുകയാണ്. എല്ലാവരും സൗദാമിനിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷം എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ മോദകം തറയിൽ വീഴാതെ 3 എലികൾ അതിനെ പുറത്ത് ചുമന്നിരിക്കുന്നതാണ് കാണുന്നത്. അത് കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. 6 എലികളുടെ അടുത്ത് പോയി ഗണപതിയോട് നന്ദി പറഞ്ഞ് മോദകം എടുക്കുകയാണ്. എന്നിട്ട് ആ മോദകം എല്ലാവർക്കും പ്രസാദമായി കൊടുക്കുകയാണ്. ആ റെഡ് കണ്ണാടി കൊണ്ട് പാറുവിന്റെ മുന്നിൽ വെച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന പാറു ആ കണ്ണാടി എടുത്ത് കണ്ണിൽ വെക്കുകയാണ്. എന്നിട്ട് ലെഖന്റെ റൂമിലേക്ക് പോവുകയാണ്. ലെഖനെ പപ്പിയും പപ്പിയുടെ അമ്മയും രക്ഷസായി വേഷം മാറി പേടിപ്പിച്ചതാണ്. എല്ലാവരും വരുന്നത് കണ്ട് പേടിച്ച് അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതെല്ലാം അവിടെ വരുന്ന മോഹിനിക്ക് മനസ്സിലാവുകയാണ്. ഈ സമയം പാലസിലുള്ളവരെ പേടിച്ച് മറിഞ്ഞിരിക്കുന്ന പപ്പിയെയും പപ്പിയുടെ അമ്മയെയും ശങ്കർ കാണുകയാണ്. ശങ്കർ അവരെ പാലസിന്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് എല്ലാവരോടും ഇവർ രണ്ടുപേരുമാണ് ഇത്രയും ദിവസം രക്ഷസിന്റെ പേരും പറഞ്ഞ് എല്ലാവരെയും പേടിപ്പിച്ചത്, അല്ലാതെ യഥാർത്ഥത്തിൽ രക്ഷസൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന പാറു ഇവരൊന്നുമല്ല രക്ഷസ്, യഥാർത്ഥത്തിൽ രക്ഷസുണ്ട്, ഞാൻ എങ്ങനെ ഇവരെ എല്ലാം പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് പാറു. ഈ സമയം ദുൽചന്ദ് പപ്പിയെയും പപ്പിയുടെ അമ്മയെയും പാലസിന്റെ പുറത്താക്കാൻ പറയുന്നത് കേൾക്കുന്ന മോഹിനി ദുൽചന്ദിന്റെ അടുത്ത് പോയിട്ട് ദുൽചന്ദിനെ തന്റെ കൺട്രോളിലാക്കുകയാണ്. എന്നിട്ട് ദുൽചന്ദിനോട് പപ്പി ഈ കുടുംബത്തിലെ മരുമകനാണ്, മരുമകനോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ദുൽചന്ദ് മോഹിനി പറഞ്ഞതുകൊണ്ട് ഇപ്രാവശ്യം ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് പാറു. ദേഷ്യത്തോടെ നിൽക്കുകയാണ് ശങ്കർ. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.